അസ്സലാമലൈക്കും. SSF പട്ടാമ്പി ഡിവിഷൻ സാഹിത്യ വിഷയത്തിന്റെ ഈ പ്രൗഢോജ്വലമായ ഈ വേദി ഞാൻ നിങ്ങളോട് ഒരു കൊച്ചു കഥ പറയാം. ശ്രദ്ധിച്ചു കേൾക്കുമല്ലോ. റസൂലിന്റെ ഏറ്റവും ഇഷ്ട കൂട്ടുകാരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കഥയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. കഥയുടെ പേര് വാക്കിന്റെ വില എന്നാണ്. വാക്കിന് വിലയോ? അതേ കൂട്ടുകാരെ, വാക്കിന് വിലയുണ്ട്. കഥ തുടക്കം മുതൽ അവസാനം വരെ കേട്ടിരുന്നാൽ നിങ്ങൾക്കത് മനസ്സിലാവും. എന്നാൽ ഞാൻ കഥയിലോട്ട് കടക്കട്ടെ. പണ്ട് റസൂലുള്ളാഹിന്റെ കാലത്ത് തോട്ടങ്ങൾ ദാനം ചെയ്യുന്ന പതിവുണ്ടായിരുന്നു. അങ്ങനെ അടുത്തടുത്തുള്ള 2 തോട്ടങ്ങളിലൊന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനും കിട്ടി, മറ്റേത് വേറെ സഹാബിക്കും കിട്ടി. ആ തോട്ടങ്ങളോട് നടുവിൽ വലിയൊരു മരമുണ്ടായിരുന്നു. ആ മരം ആരുടേതാണെന്ന വിഷയത്തിൽ അവർ 2 പേരും തർക്കത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു എന്തൊക്കെ അർത്തു പറഞ്ഞു. അങ്ങനെ സിദ്ദീഖ് എന്നവർക്ക് വളരെ വിഷമമാകുകയും അതിന് പരിഹാരമായി ആ സഹാബിയോട് ഞാൻ പറഞ്ഞ വാക്ക് തിരിച്ചു പറയണമെന്നും പറഞ്ഞു. പക്ഷേ റസൂലുള്ളാഹിന്റെ ഏറ്റവും ഇഷ്ട കൂട്ടുകാരനായ അബൂബക്കർ സിദ്ദീഖ് എന്നവര് തിരിച്ചു പറയുകയോ? സഹാബി പറഞ്ഞു, ഞാൻ പറയുകയില്ല. അപ്പോൾ സിദ്ദീഖ് എന്നവർക്ക് മനോവിഷമമാവുകയും ചെയ്തു. ഇപ്പോൾ മനസ്സിലായില്ലേ കൂട്ടുകാരെ, വാക്കിന് വിലയുണ്ടെന്ന്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കാൻ പറ്റാതെ വിഷമിക്കുന്ന അവസ്ഥയും അതുപോലെ തന്നെ ആ സഹാബി തിരിച്ചു പറയാതെ വാക്കിന്റെ കാഠിന്യം മനസ്സിലാക്കി മൗനം പാലിക്കുന്ന അവസ്ഥയും വാക്കുകൾ